രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത മേഖലയായ വയനാടിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. വികാരനിർഭരമായ ഒട്ടേറെ സാഹചര്യങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെ ഈ ദുരന്ത സ്ഥലത്തെ സന്ദർശനം കടന്നുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ദുരന്ത മേഖല സന്ദർശിച്ചില്ല എന്ന ചോദ്യം സ്വാഭാവികമായും എല്ലാ മേഖലകളിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വയനാട്ടിലെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, പാർലമെൻറ്റിൽ 2 തവണ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള വയനാടിൻ്റെ മുൻ MP കൂടിയായിട്ടുള്ള നിലവിൽ ഒരു കെയർ ടേക്കർ MP ചുമതല കൂടിയുള്ള ശ്രീ രാഹുൽ ഗാന്ധി വയനാടിലെ വിഷയം 2 തവണ പാർലമെൻറ്റിൽ ഉന്നയിക്കുകയുണ്ടായി. ആദ്യം ഇത് സംഭവിച്ച ഉടനെ അദ്ദേഹം ഉന്നയിച്ചു. പിന്നീട് അദ്ദേഹം വയനാടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുമായി വന്നു സന്ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിച്ചു. അദ്ദേഹത്തിൻ്റെ അവിടെ വന്ന് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ വികാരത്തെക്കുറിച്ച്, എല്ലാം നഷ്ടപ്പെട്ടു പോയ വീടും കുടുംബവും ഒക്കെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ സങ്കടങ്ങളെക്കുറിച്ച് ഒക്കെ അദ്ദേഹം വളരെ നിർവികാരമായി വികാരത്തോടു കൂടിയിട്ട് സങ്കടത്തോടു കൂടിയിട്ട് പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ വരാൻ തീരുമാനിക്കുന്നു, ദുരന്ത മേഖല സന്ദർശിക്കാൻ തീരുമാനിക്കുന്നു. ഇത് വളരെ പ്രശംസനീയമായ കാര്യമാണ്. രാഷ്ട്രീയവും മതവും ജാതിയും ഇതിനൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ. ഭരണാധികാരികൾക്ക് ചെയ്യാവുന്നതിൽ കൂടുതലൊന്നും ഒരു സന്നദ്ധ സംഘടനകൾക്കും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ഭരണാധികാരി അവിടെ വന്ന് ആധികാരികമായി അവിടുത്തെ വിഷയങ്ങൾ കണ്ടുപഠിച്ച് അതിനൊരു തീരുമാനമെടുക്കുമ്പോൾ അവിടെ ദുരിതത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് ലഭിക്കുന്ന വലിയ ഒരു സ്വാന്തനമുണ്ട്. അത് തീർച്ചയായിട്ടും അത് രാഹുൽ ഗാന്ധി വന്നപ്പോഴും പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും മുഖ്യമന്ത്രി വന്നപ്പോഴും മറ്റു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വന്നപ്പോഴും ഒക്കെ ജനങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനമന്ത്രി വരുന്നതോട് കൂടിയിട്ട് അതൊരിക്കൽ കൂടി അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മവിശ്വാസം അവർക്ക് തിരിച്ചു പിടിക്കാനും അതുപോലെ തന്നെ അവരിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങൾ, ദുഃഖങ്ങൾ അതൊക്കെ മാറ്റി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്കും ഇവിടെ ഈ സന്ദർശനം കൂടി കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം അദ്ദേഹം അവിടെ വന്നു കണ്ട് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലും സംസ്ഥാന ഗവൺമെൻറ്റും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലുമുള്ള വലിയൊരു സാമ്പത്തിക പാക്കേജ് വയനാടിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി നൽകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിക്കുന്നു. ആ നാട് എത്രയും പെട്ടെന്ന് തിരിച്ച് പഴയ രീതിയിലേക്ക് വരാൻ എങ്ങനെയൊക്കെ വന്നാലും മനുഷ്യൻ നഷ്ടപ്പെട്ട് അവരൊറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അവരുടെ സങ്കടം നമുക്ക് ആർക്കും തീർത്തു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ബാക്കിയുള്ള ആളുകൾക്ക് ഇനിയുള്ള കാലം ജീവിക്കണമല്ലോ. ആ ജീവിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്റിന് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.